സെഷനിലേക്ക് നമ്മൾ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? ഇന്ന് കൊളിഷൻ ആണല്ലേ. നമ്മൾ പവർ ഇനി കൊളിഷനിലേക്ക് നീങ്ങാണ്. എന്താണ് കൊളിഷൻ എന്നാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കൊളിഷൻ എന്താണ്? കൊളിഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മീനിങ് എന്ന് വെച്ചാൽ രണ്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കിൾ എന്താ കൂട്ടിമുട്ടുക അല്ലെ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിമുട്ടുക എന്ന് പറയും. സോ കൂട്ടിമുട്ടില്ല. ഇന്ന് കൊളിഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് കൊളിഷൻസ് ഉദ്ദേശിക്കുന്നത്? In all collisions, the linear momentum is conserved. The initial momentum of the system is equal to the final momentum of the system. There are two types of collisions. അല്ലെ, അതായത് ഉദ്ദേശിക്കുന്നത് ഏതൊരു കൊളിഷനിലും ലീനിയർ എന്തായിരിക്കും, ടോട്ടൽ ലീനിയർ മൊമെന്റ് എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. അതായത് ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു എന്താണ്, ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഫൈനൽ മൊമെന്റം ആയിരിക്കും. ഇതിന്റെ സിസ്റ്റത്തിന്റെ അല്ലെ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, കൊളിഷൻ തന്നെ രണ്ട് രീതിക്കുണ്ട് അല്ലെ. എന്തൊക്കെ കൊളിഷൻസ് ഉണ്ട്? ഇലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഇലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണല്ലേ. അതായത് നമ്മൾ വിചാരിക്കും എന്താണ് ഇലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് എന്നുള്ള. പാന്റിന്റെ വള്ളിയുടെ ഇലാസ്റ്റിക് ആണോ? അല്ല. അതായത് രണ്ട് പാർട്ടിക്കിൾ അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് കൂട്ടിമുട്ടുമ്പോഴുള്ള അതിന്റെ എന്താ പറയാ മൊമെന്റം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇലാസ്റ്റിക് കൊളിഷൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ദ കൊളിഷൻ ഇൻ വിച്ച് ബോത്ത് ലീനിയർ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ് കോൾഡ് ഇലാസ്റ്റിക്. എന്ത്? ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയും. ഓക്കെ, അതായത് ഒരു രണ്ട് ഒബ്ജക്ട്സ്, ഓക്കെ, രണ്ട് പാർട്ടിക്കിൾ എന്ന് പറയും. നമുക്ക് രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ കൂട്ടിമുട്ടാണെന്ന് വിചാരിച്ചോ. ഇത് തമ്മിൽ കൂട്ടിമുട്ടി ഇത് നമ്മൾ ഈ പാർട്ടിക്കിളിനെ നമ്മളൊരു റബ്ബർ ബോൾ ആയിട്ട് എന്ത് ചെയ്യാ, ഇമാജിൻ ചെയ്യാം. അതായത് റബ്ബർ ബോളിന്റെ കാര്യത്തിൽ എന്താ, നമുക്ക് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടില്ലേ ഓരോ കളർ ബോളുകൾ. ഓക്കെ, അത് ഇമാജിൻ ചെയ്യാം. അത് നമ്മളിങ്ങനെ എറിഞ്ഞതിന് എന്താവും, തട്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും അല്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ ഇത് തമ്മിൽ റബ്ബർ ബോൾ ആണെങ്കിൽ ഇത് തമ്മിൽ തട്ടിയിട്ട് എന്താവും, തിരിച്ച്, അതായത് കൂട്ടിമുട്ടും തിരിച്ചു പോകും അല്ല. സോ തിരിച്ചു പോവും, കൂട്ടിമുട്ടുന്നു, എന്താവുന്നു, അതേ സ്പീഡിൽ തിരിച്ചു പോകുന്നു. ഇപ്പൊ റബ്ബർ ബോളിന്റെ കാര്യത്തിലായാലും എന്താ പറയാ, കംപ്ലീറ്റ്ലി പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരണം, അല്ലെ പോയ കൈനറ്റിക് എനർജിക്കെതിരെ തിരിച്ചു വരണം. അതേപോലെ തിരിച്ചു വരണം എന്നില്ല അല്ലേ. കാരണം എന്താ, അത് പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളിഷൻ. നമുക്ക് പെർഫെക്റ്റ് ഇലാസ്റ്റിക് നമുക്ക് എന്താണ്, ജസ്റ്റ് ഒരു ഇമാജിൻ ആയിട്ടേ പറയാൻ പറ്റും അല്ലെ. എന്തായിരിക്കും, കുറച്ചൊരു എനർജി ഒക്കെ അവിടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. സോ പക്ഷെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇലാസ്റ്റിക് കൊളിഷന്റെ കാര്യത്തിൽ നമുക്ക് എന്തു അറിയാം, അതായത് രണ്ട് പാർട്ടിക്കിൾസ് അല്ലെ രണ്ട് ഒബ്ജക്ട്സ് വന്നിട്ട് കൂട്ടിമുട്ടുന്നു, അതേ സ്പീഡിൽ തിരിച്ചു പോകുന്നു. സോ അതെന്താവും, വന്ന മൊമെന്റവും കൂട്ടിമുട്ടുന്ന സമയത്തുള്ള മൊമെന്റവും കൈനറ്റിക് എനർജിയും തട്ടിയ രീതിക്ക് തന്നെ തിരിച്ചു വന്നത് കൺസേർവ്ഡ് ആണ്. കിട്ടിയത് തിരിച്ചു കൊടുക്കുക എന്ന് പറയാം അല്ലെ. ഇങ്ങോട്ട് കിട്ടിയത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ കൊളിഷൻ. എന്ത് കൊളിഷൻ? ഇലാസ്റ്റിക് കൊളിഷൻ പറയുന്നത്. മനസ്സിലായല്ലോ സംഭവം? ഈസി അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്താന്ന് നോക്കാലോ. ഓക്കെ, എന്താണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന്? അതായത് ഇൻ വിച്ച് ലീനിയർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. അതായത് മൊമെന്റം അവിടെ കൺസേർവ്ഡ് ആണ്, പക്ഷെ എന്ത് കൺസേർവ്ഡ് അല്ല, ബട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ് ആർ കോൾഡ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. അതായത് പാർട്ട് ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ അതർ ഫോംസ് ഓഫ് എനർജി സച്ച് ആസ് ഹീറ്റ്, സൗണ്ട്. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. രണ്ട് കളിമണ്ണ് ഉരുട്ടോ. ഓക്കെ, കളിമണ്ണ് എല്ലാവർക്കും അറിയാലോ, ക്ലേ അല്ലെ. ക്ലേ ആണെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ എന്താ ഇങ്ങനെ എറിയാന്ന് വെച്ചോ, രണ്ട് ഭാഗത്തൊന്നും ഒരേ രീതിക്ക് എറിയാന്ന് വെച്ചോ. ഓക്കെ, കളിമണ്ണാണ്, ഇത് കളിമണ്ണാണ്. ഇത് എറിഞ്ഞ കഴിഞ്ഞാൽ എന്താവും, ഇത് കൂട്ടിമുട്ടും അല്ലെ. കൂട്ടിമുട്ടിയതിനു ശേഷം എന്താവും, ഇത് തിരിച്ചു പോവോ ഇല്ല, എന്താവും, രണ്ടും കൂടെ ഒട്ടിപ്പോവും അല്ലെ. രണ്ടും കൂടെ ഒട്ടിപ്പോവും അല്ലേ. ഇനിയിപ്പം നമ്മളിപ്പോ ഒരു കളിമണ്ണ് തന്നെ ഒരു ചുമരിലേക്ക് എറിയാന്ന് വെച്ചോ, വോളിലേക്ക് എറിയുമ്പോൾ എന്താ അവിടെ തട്ടിയിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് വീണു പോവില്ല. അങ്ങനെയല്ല നമ്മൾ കാണാം. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്, പക്ഷെ കൈനറ്റിക് എനർജി എന്താവെന്ന് വെച്ചാൽ ഈ വന്ന കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ, അത് എന്തൊക്കെയായിട്ട് നഷ്ടമാകും. ചിലപ്പോൾ സൗണ്ട് ആയല്ലേ, നമ്മളിപ്പം ഒരു കളിമണ്ണ് ഒരു ചുമരിലേക്ക് എറിയുമ്പോൾ സൗണ്ട്, ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെ സൗണ്ട് അല്ലെങ്കിൽ എന്താണ് ഹീറ്റ്. ഇപ്പം ഇതിന്റെ കാര്യത്തിലല്ല, ഇപ്പൊ ചില കാര്യത്തിൽ, അതായത് സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ കാര്യത്തിലൊക്കെ അവിടെ എന്താ ഹീറ്റ് ആയിട്ട് സൗണ്ട് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താവും, അത് വേസ്റ്റ് ആയി പോവല്ലോ. സോ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ ഓർക്കണം എന്നാണെങ്കിൽ നമുക്ക് എന്തു അറിയാം, രണ്ട് ക്ലേ
എന്താണ് രണ്ട് ഭാഗത്തു നിന്ന് എറിയാണ് അല്ലെങ്കിൽ ചുമരിലേക്ക് എറിയാണ്, അത് തട്ടിയിട്ട് തിരിച്ചു വരൂല അല്ല, അത് അവിടെ നിന്ന് പോകും. ഓക്കെ, അപ്പം ഇലാസ്റ്റിക്കിനും ഇന്നിലാസ്റ്റിക്കും എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ. ഒരാള് എറിഞ്ഞ അതേ രീതിക്ക് തിരിച്ചു വരണം. എന്താ ഉദ്ദേശിക്കുന്നത്? കൈനറ്റിക് എനർജി മൊമെന്റും കൺസേർവ്ഡ് ആണ്. പക്ഷെ ഇന്നിലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ മൊമെന്റും കൺസേർവ്ഡ് ആവാം, പക്ഷെ എന്താവില്ല, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവില്ല അല്ലേ. ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായല്ലോ രണ്ടിന്റെയും. അതായത് കൊളിഷനിൽ തന്നെ എന്താണ്, ഇലാസ്റ്റിക് ഉണ്ട്, പിന്നെ ആരുണ്ട്, ഇൻഇലാസ്റ്റിക് ഉണ്ട് അല്ലെ. എന്തുണ്ട്? ഇൻ ഇലാസ്റ്റിക് കൊളിഷൻസ് ഉണ്ട്. ഇതാണ് രണ്ടും തമ്മിൽ നമുക്ക് എന്താണ് വേർതിരിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നു എന്താണ് എക്സാമ്പിൾ എന്നുള്ള കാര്യം അല്ലെ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ, അതും ക്ലിയർ ആയല്ലോ. ഓക്കെ, അവിടെ വെച്ചോ. ഇനി എന്താ ഉള്ളത് നോക്കാം നമുക്ക്. ഇലാസ്റ്റിക് പറഞ്ഞു, ഇൻഇലാസ്റ്റിക് പറഞ്ഞു. ഇനിയുള്ളത് ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ ആണ്. അതായത് 1 ഡയമെൻഷന്റെ കാര്യത്തിൽ എന്താ നടക്കാൻ നമുക്കൊന്ന് നോക്കാം അല്ലേ. നോക്കാം. അതായത് രണ്ട് ഒബ്ജക്ട്സ്, രണ്ട് പാർട്ടിക്കിൾ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയാ വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് എന്താ പറയാ ബോൾ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നത്. ഇപ്പൊ രണ്ട് ഒബ്ജക്ട്സ് എന്ന് വിചാരിക്കാം. അതിൽ എ ഒബ്ജക്റ്റ്, ഓക്കെ, ഇതിപ്പം ഒരു ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് എന്താണ്? m1 മാസ് ആണ്. ഇയാൾക്കുള്ള മാസ് m1 ആണെന്ന് നമ്മൾ വിചാരിക്കാം. ഇയാൾ ഇങ്ങോട്ട് പോകുന്നു, ഓക്കെ, ഇയാൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഒരാൾ വേറെ നിൽക്കുന്നുണ്ട്, ഓക്കെ, ആ ആള് ബി ആണ്. ഒരാളെ പേര് എ, ഒരാളെ പേര് ബി, ഓക്കെ. ഇയാളുടെ മാസം എന്താ? m2. എന്തിനാ m1 m2 എന്ന് കൊടുത്തത്? രണ്ട് മാസം ഒരേതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളുടെ മാസം അല്ല മറ്റേ ആളുടെ മാസ് വേറെ മാസാണെന്ന് തിരിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം എയും ബിയും, ഓക്കെ, എ വന്ന് ബീനെ കയറി ഇടിച്ചു, ഓക്കെ, വന്ന് ഇടിച്ചപ്പോഴെന്തായി? ഇത് u1 എന്ന വെലോസിറ്റിയിലാണ് വന്നത്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി u1 ആണ്. ഇത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഇനീഷ്യൽ വെലോസിറ്റി u1 വന്നിട്ട് മറ്റാൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും തട്ടിയപ്പോ ഇതിനുള്ള ഇനീഷ്യൽ വെലോസിറ്റി u2 ആണ്. ഇതിന് ഇനീഷ്യൽ വെലോസിറ്റി u2, ഇതിന് u1, ഇതിന് u2. ഇത് കൊളിഷന് മുമ്പുള്ള എന്താണ്? ബിഫോർ കൊളിഷൻ ആണ് ഇത് പറയുന്നത് അല്ലെ. ഇത് ബിഫോർ കൊളിഷന്റെ കാര്യം പറയുന്നത്. കൊളിഷന്റെ ശേഷം, അതായത് കൂട്ടിമുട്ടിയതിന് ശേഷം ഇതിന്റെ എന്താവും? എന്ത് മാറും? ഒബ്വിയസ്ലി നമുക്കറിയാം എന്തെന്ന്, വെലോസിറ്റി മാറും അല്ലെ. വെലോസിറ്റി മാറും. സോ നമ്മൾ എന്താ ഇലാസ്റ്റിക് കൊളിഷനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇൻഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിക് കൊളിഷന്റെ കാര്യത്തിലാണ്. സോ നമ്മൾ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടിയതിന് ശേഷം എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ എന്നാളുണ്ടല്ലോ, ഈ എ എന്നാളുടെ m1 അത് തന്നെ, ഓക്കെ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇയാളുടെ എന്ത് മാറും? ഇയാളുടെ വെലോസിറ്റി മാറും. ഇയാളുടെ വെലോസിറ്റി എന്തായി മാറും? v1 ആയി മാറും, ഓക്കെ. v1, അതായത് ഇനീഷ്യലി u1 ആണെങ്കിൽ ഫൈനൽ എന്തായി? v1 ആയി, ഓക്കെ. ബീന്റെ കാര്യത്തിലോ അങ്ങനെ തന്നെ. ഇതിപ്പോ ബീന്റെ കാര്യത്തിൽ എന്താവും? u2 എന്താവും? v2 ആവും അല്ലെ. u2 എന്താവും? v2 ആവും. ഓക്കെ, മനസ്സിലായല്ലോ സംഭവം. അതായത് ഒരാൾക്ക് u1 എന്ന വെലോസിറ്റി ഉണ്ട്, ഒരാൾക്ക് u2 എന്ന വെലോസിറ്റി ഉണ്ട്. അയാൾ കൂട്ടിമുട്ടിയതിന് ശേഷമുള്ള വെലോസിറ്റി v1 ആണ്, v2 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തെഴുതാം ഇവിടെ? എന്തെഴുതാന്ന് പറയൂ? ഇത് മനസ്സിലായില്ലേ? പിക്ചർ എന്താന്ന് മനസ്സിലായല്ലോ? ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമുക്ക് മൊമെന്റം കൺസർവേഷൻ എന്താ ഇവിടെ ആയെന്ന് എഴുതിക്കൂടെ? എഴുതാല്ല. എങ്ങനെ എഴുതാ? m1 u1 അല്ലേ. അതായത് മൊമെന്റം p എന്ന് പറയുന്നത് എന്താണ്? mv ആണെന്ന് നമുക്ക് ഇക്വേഷൻ അറിയാം. സോ ഇനീഷ്യൽ വെലോസിറ്റി u1 ആണ്, m1 u1 പ്ലസ് m2 u2 എന്താവും? m2 u2 എന്താവും? ഈസ് ഈക്വൽ ടു എന്താ? m1 എന്താവും? m1 v1 കൺസേർവ്ഡ് ആണെന്നല്ല പറയുന്നത്. സോ എന്താവും? m1 v1 പ്ലസ് m2 v2. മനസ്സിലായല്ലോ? ഓക്കെ, ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാവേ. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇതൊന്ന് മയക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 ഈക്വൽ ടു
m2 v2 അല്ലേ. ഇനി എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് u1ഉം v1ഉം അടുത്ത് എഴുതാം അല്ലെ. u2നും v2നും അപ്പുറത്ത് കൊണ്ടുപോവാം അല്ലെ. ഓക്കെ, അപ്പം m1 u1 മറ്റെന്താവും മൈനസ് m1 v1 അല്ലെ. m1 v1 ഇസ് ഈക്വൽ ടു എന്താവും, ഇത് ഇങ്ങോട്ട് വന്നു അത് അങ്ങോട്ട് പോയി. ഓക്കെ, m2 u2 പക്ഷെ m2 u2 എന്തുണ്ടാവും, മൈനസ് ഉണ്ടാവും അല്ലെ, പ്ലസ് m2 v2. ഓക്കെ, ഇതിന് നമുക്ക് ഇനി എന്താക്കാം, m1 പുറത്തെടുത്ത് എഴുതാം അല്ലെ. m1 ഇൻറ്റു u1 മൈനസ് v1 അല്ലെ. u1 മൈനസ് v1 ഈക്വൽ ടു മൈനസ് പുറത്തുണ്ടാവും, പിന്നെ ആരുണ്ടാവും, മൈനസ് m1 ഓക്കെ മൈനസ് m2 പുറത്തുണ്ടാവും, പിന്നെ ആരുണ്ടാവും, u2 മൈനസ് v2 അല്ലേ. ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് കണ്ടുപിടിച്ചല്ലോ. ഇനി ആരെ കണ്ടുപിടിക്കാനുണ്ട്, കൈനറ്റിക് എനർജീനെ കണ്ടുപിടിക്കാണ്ടല്ലേ. സോ ഞാൻ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി എഴുതുന്നുണ്ട്. അതായത് ഇക്വേഷൻ നമ്പർ 2നെ മാത്രം. ഓക്കെ, ബാക്കി അത്ര ആവശ്യമില്ല അല്ലേ. ഇവിടെ നിന്നോട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് എഴുതാം. ഓക്കെ, ഒരു മിനിറ്റ്. സോ നമുക്ക് ഇനി ആരെ എഴുതണം, കൈനറ്റിക് എനർജീനെ എഴുതണം അല്ലേ. അപ്പൊ കൈനറ്റിക് എനർജി എന്താന്ന് എഴുതാം, കൈനറ്റിക് എനർജി കൺസർവേഷൻ എന്താന്ന് എഴുതി കൂടെ എഴുതാം. എന്താണ് കൈനറ്റിക് എനർജി കൺസർവേഷൻ, ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എന്താണ് m1 v1 സ്ക്വയർ പ്ലസ് എന്താണ് ഹാഫ് m2 v2 സ്ക്വയർ ആണ് അല്ലേ. ഇനി ഇതിലെന്താ, ഇതിലും സെയിം പോലെ തന്നെ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒന്നുമില്ല, നമ്മൾ u1ഉം v1നെയും അടുത്തടുത്ത് എഴുതുകയാണ് അല്ലേ. u1നെയും v1നെയും അടുത്തടുത്ത് എഴുതുകയാണ്. എന്താവുന്നു അപ്പം, ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് m1 v1 v2. ഓക്കെ, അപ്പൊ u1 ഓക്കെ v1 സ്ക്വയർ ഈക്വൽ ടു ഇയാൾ ഇപ്പുറത്തുണ്ടോ അല്ലെ, മൈനസ് എന്താണ് m2 u2 u ആണ് ഇത് u2 ഒറ്റ മിനിറ്റ്. ഓക്കെ, സോ u2 സ്ക്വയർ മൈനസ് ഹാഫ് m2 എന്താണ് v2. ഇവിടെ പ്ലസ് ആണ്, സോറി, ഇത് ഇങ്ങോട്ട് മൈനസ് പ്ലസ്. ഇങ്ങനെ എഴുതിയല്ലേ, നമ്മൾ മൊമെന്റ് എഴുതിയ പോലെ തന്നെ കൈനറ്റിക് എനർജിന്റെ കാര്യത്തിലും നമ്മൾ എഴുതി. ഇനി എന്താ, ഒന്നുമില്ല, കോമൺ ഉള്ള ആൾക്കാരെ നമുക്ക് പുറത്തെടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഹാഫ് ഇതിലെ m പുറത്ത് വരും, m1 പുറത്ത് വരും. അപ്പൊ എന്താ, u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ മൈനസ് ഹാഫ് പുറത്തുണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, m2നെ പുറത്തെടുക്കാം. m2നെയും പുറത്തെടുത്ത് u2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ. ഓക്കെ, v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. അപ്പൊ നമുക്ക് ഇനി എന്തെന്ന് കിട്ടി, ഹാഫും കട്ടായി. നമുക്ക് എന്തെന്ന് എഴുതാം എന്ന് അറിയോ, നമുക്ക് m1 ഈക്വൽ ടു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്ന രീതിക്ക് എഴുതാം അല്ലേ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇക്വേഷന് ഇവിടെ എത്തിയല്ലോ, ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുകയാണേ. ഇക്വേഷൻ നമ്പർ 3 അല്ല വേണ്ട, ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കാം. ഇതിനെ 3 ആക്കാം, കൈനറ്റിക് എനർജിനെ 3, ഇത് 4. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 4 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം അല്ലേ. ഇക്വേഷൻ നമ്പർ എന്ത് ചെയ്യുക, 4 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 4 എന്താണ് നമുക്കറിയാം, ആരാണ്, ഇയാളെ തന്നെ അല്ലേ. ഇയാളെ നമുക്ക് m1 u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു m2
u2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ എന്നിതാ അല്ലേ. ഇനി ആരാ ഉള്ളത്? ഇക്വേഷൻ നമ്പർ 2. ആ ആളാ എവിടെയാ ഉള്ളത്? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. എവിടെയാ ഉള്ളത്? നമ്മുടെ ഇതാ 2 ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. ആരാ? m1 u1 മൈനസ് v1 ഈക്വൽ ടു മൈനസ് m2 u2. അത് നമ്മൾ എടുത്തിട്ട് അവിടത്തേക്ക് എഴുതാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെയുള്ള മൈനസ് മറന്നു പോരട്ടെ. ഇവിടെ എന്താ ഇനിയുള്ളത്? m1 u1 മൈനസ് v1 ഇസ് ഈക്വൽ ടു മൈനസ് m2 u2 മൈനസ് എന്താണ്? v2 ആണ് അല്ലേ. ഇവിടെ ആരൊക്കെ കോമൺ ആയിട്ടുണ്ട്? m2 കോമൺ ആയിട്ടുണ്ട്, m1 കോമൺ ആയിട്ടുണ്ട് അല്ലേ. അവരെ നമുക്ക് എന്താ വെട്ടി കളയാം. ഓക്കെ, അത് തമ്മിൽ വെട്ടിക്കളഞ്ഞു. ഇനി എന്താ ഉള്ളത്? മൈനസ് ഉണ്ടല്ലോ, അത് പോട്ടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. ഓക്കെ, u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ is equal to u2 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ. ഓക്കെ, ഇവിടെ എന്തുണ്ട്? u1 മൈനസ് v1 is equal to ആരുണ്ട് ഇവിടെ? u2 മൈനസ് v2. ഓക്കെ, ഇങ്ങനെയാണല്ലോ നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്ത് രീതിക്കായിരിക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമില അല്ലെ. അതിനെ നമുക്ക് എന്ത് ചെയ്താം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലേക്ക് എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1. ഓക്കെ, ഇനി ആരാ ഉള്ളത്? ഇവിടെ അതുപോലെ തന്നെ ഉണ്ടല്ലേ u2ന്റെ കാര്യത്തിൽ. അതാരാ? u2 പ്ലസ് v2. പിന്നെ ആരാണ്? u2 മൈനസ് v2 അല്ലേ. അടിയിൽ ആരാ രണ്ടാൾക്കും കിടക്കുന്നത്? u1 മൈനസ് u2 മൈനസ്. അപ്പൊ എന്താണ്? u1 മൈനസ് v1 അല്ലേ. ഓക്കെ, പിന്നെ ആരാ ഇവിടെ ഉള്ളത്? u2 മൈനസ് എന്താണുള്ളത്? v2 ആണ് ഉള്ളത് അല്ലേ. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ ഇക്വേഷൻ പോലെ എക്സ്പാൻഡ് ചെയ്തു അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഒരേപോലെയുള്ള ആൾക്കാർ ആരാ? അതല്ല, u1 മൈനസ് v1ഉം മേലെ അതായത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ഉണ്ട്. പിന്നെ ഇവിടെ ആരുണ്ട്? u2 മൈനസ് v2 അങ്ങനെ തന്നെ ഉണ്ടല്ലോ, അത് കാണാം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടി? u1 പ്ലസ് v1 ഈക്വൽ ടു u2 പ്ലസ് v2. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തിയല്ലോ. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുവിന്റെ ആൾക്കാരൊക്കെ നമുക്ക് അടുപ്പിച്ച് എഴുതാം അല്ലെ. ഓക്കെ, അപ്പൊ എന്താവും? u1 മൈനസ് u2 ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? മൈനസ് v1 മൈനസ് പുറത്തെടുക്കാം അല്ലെ, മൈനസ് v2. അതായത് ന്യൂമറിക്കലി പറയുകയാണെങ്കിൽ ഇനീഷ്യലുള്ള കൈനറ്റിക് എനർജി ഇനീഷ്യലുള്ള വെലോസിറ്റി തന്നെയാണ് ഫൈനലുള്ള വെലോസിറ്റിയിൽ നമുക്ക് കിട്ടുന്നത്, ഈ മൈനസ് ഒഴിവാക്കിയാൽ അല്ലേ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെ അത് മനസ്സിലായി. ഇനി എന്ത് എഴുതാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് v2ന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെയുള്ള v2ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് എന്താ v2ന്റെ ഇക്വേഷൻ വരിക? നമുക്ക് v2 is equal to എന്ത് കിട്ടും? u1 പ്ലസ് v1 മൈനസ് ആരെന്ന് വരും? u2 എന്ന് വരും. ഇനി ഇത് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ v2 ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1ലേക്ക് അപ്ലൈ ചെയ്യും. ഇക്വേഷൻ 1 എന്താ? നമ്മുടെ ഇക്വേഷൻ 1 എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. എന്താണ്? m1 നമ്മുടെ മൊമെന്റത്തിലെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്യാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1ലേക്ക് ആഡ് ചെയ്താൽ എന്ത് വരും? ഇക്വേഷൻ 1ലേക്ക് ആഡ് ചെയ്യാണ്. 1ലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 എന്തെന്ന് കിട്ടി? നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലേ. എന്താ v2? u1 പ്ലസ് v1 പ്ലസ് v1 മൈനസ് u2 അല്ലേ, ഇങ്ങനെ കിട്ടിയല്ലേ. ഇനി എന്ത് ചെയ്യാം? ഒന്നുമില്ല, ജസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുക. അപ്പോൾ m1 u1 പ്ലസ് m2 v2 ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 u1 പ്ലസ് m2 v1 മൈനസ്
M2 U2. ഓക്കെ, യും വിയും തമ്മിൽ മാറിപ്പോരുതേ. ഓക്കെ, എന്താണ് U2 ഇങ്ങനെ കിട്ടിയല്ലോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ഒരുമിച്ച് എഴുതാം അല്ലേ. ആരെയൊക്കെ ഒരുമിച്ച് എഴുതാം? ഇതിൽ M1 U1 കിടക്കുന്നുണ്ട്, അവിടെ ആരുണ്ട്? M2 U2. നമുക്ക് ഒരേപോലെയുള്ള ആൾക്കാർ ഒഴിവാക്കി കൊണ്ടുവരാം. അതായത് M2 U2 ഇവിടെയും കട്ടാവും, ഇവിടെയും കട്ടാവും. പിന്നെ എന്താവും? പിന്നെ M1 U1 ഉണ്ട്, M2 U1 ഉണ്ട് അല്ലേ. അതായത് M2 ഉള്ള ആൾക്കാരെ മൊത്തം ഒരുമിച്ച് എഴുതാം. ഓക്കെ, M2 ഉള്ള ആൾക്കാരെ മൊത്തം നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? M1 U1. ഓക്കെ, U1 ഉള്ള ആൾക്കാർ പുറത്തിടാം. M1 U1 ഒരേ ആൾക്കാർ അടുത്തുകൊണ്ടെന്നേ. ഇതെന്താണ്? M2 U1. ഇനി ആരാ എടുക്കുന്നത്? M1 V1 ഉണ്ട്, M2 U2 ഇതൊക്കെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? 2M2 U2. ഓക്കെ, എവിടെയോ എന്തോ ഒന്ന് മിസ്സായിട്ടുണ്ട്. ഒരു തെറ്റ് പറ്റി. ഞാൻ പറയാം. ഓക്കെ, എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഞാനും യുവും വിയും തമ്മിൽ മാറിപ്പോയി, എന്നോട് തന്നെ വിയും തമ്മിൽ മാറിപ്പോയി. ഇത് എന്താണ്? U1 U2 ആണ്, ഇത് എന്താണ്? വി ആണ് കേട്ടോ, അതിലാണ് മാറിപ്പോയത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ M1 U1 M2 U2 അടുപ്പിച്ച് എഴുതാം. സോ നമുക്ക് എന്ത് ചെയ്താം? യുനെ പുറത്തെടുക്കാം അല്ല അതിൽ, അതായത് U1 പുറത്തെടുക്കാം. എന്ത് കിട്ടും? U1 ഇൻറ്റു M2 മൈനസ് എന്ത് കിട്ടും? M2 മൈനസ് M1 എന്ന് കിട്ടും. പിന്നെ എന്ത് കിട്ടും? M2 U2നും ഇത് ഇവിടെ ആട്ടോ, സോറി അത് ക്യാൻസൽ ആവില്ല, അത് ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അത് പ്ലസ് എന്ത് കിട്ടും? 2M2 U2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ഇനി ആരാ എടുക്കുന്നത്? M1 ഉം M2 എടുക്കുന്നത് അല്ലേ. അതിൽ നമുക്ക് എന്താ? V1 പുറത്തെടുക്കാം. സോ അതിൽ എന്ത് ചെയ്തും? M1 പ്ലസ് M2. ഓക്കെ, ഇവിടെ വരെ മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇനി V1ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. V1 ഈസ് ഈക്വൽ ടു എന്ത് വരും നമുക്ക്? U1 ഇൻറ്റു M2 മൈനസ് M1 പ്ലസ് 2M2 U2 ഹോൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 അല്ലേ. M1 പ്ലസ് M2 ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഓക്കെ, ഇങ്ങനെ സിറ്റുവേഷനിലേക്ക് എത്തിയിട്ട് നമ്മളിനി ഇതുപോലെ തന്നെ V2ന് ഇക്വേഷൻ എഴുതാം. V2ന്റെ ഇക്വേഷൻ എന്താ വരിക? V2 ഓക്കെ, അതായത് V2ന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും? ജസ്റ്റ് ഇതെല്ലാം ഉൾട്ടയാവും അല്ലേ, അത്രയേ ഉള്ളൂ. ഇതെന്താവും? U1 ഉള്ളത് U2 ആവും, M2 ഉള്ളത് M1 ആവും അല്ലേ. M1 മൈനസ് M2 പ്ലസ് 2M1 U1 ഓക്കെ ഹോൾ ഡിവൈഡ് ബൈ M2 പ്ലസ് M1. ഓക്കെ, ഇവിടെ വരെ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? V1 ഉം V2ന്റെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പം മിസ്സിനോട് ചെറിയൊരു മാറ്റം വന്നതിൽ, അതായത് V1 നമ്മൾ M2 മൈനസ് M1 എന്ന് എഴുതി പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി M1 മൈനസ് M2 ആണ്, അതുകൊണ്ടൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് V1ന്റെയും V2ന്റെയും ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ കേസ് 1 കേസ് 2 എന്താന്ന് നോക്കാം. ഓക്കെ, സോ കേസ് 1 M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M എന്ന് എഴുതുന്നു കേട്ടോ. അതായത് രണ്ടിന്റെയും ഒരേ മാസമാണ്. എന്താണ്? രണ്ടിനും ഒരേ മാസത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ V1 എന്താവും എന്ന് നോക്കാം അല്ലെ. V1ന്റെ ഇക്വേഷൻ എങ്ങനെ മാറും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, V1 ഈക്വൽ ടു എന്താവും? ജസ്റ്റ് ഒന്ന് ഇപ്പുറം നോക്കിയേ. V1 എന്താവുന്നത് നമ്മൾ എഴുതി വെച്ചതൊന്ന്
ജസ്റ്റ് ഒന്ന് നോക്കിയേ. V1ന്റെ കാര്യത്തിൽ എന്താവും? U1 M1ഉം M2ഉം ഈക്വൽ ആന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താവും? രണ്ടും കൂടെ മൈനസ് ചെയ്ത് എന്താവും? 0 ആവും അല്ലെ. സോ ഇത് മൊത്തത്തിൽ എന്താവും? ഇത് മൊത്തത്തിൽ 0 ആവും. സോ ഇത് വേണ്ട. ഈ ഒരു സംഭവം ഇത് നമ്മൾക്ക് വേണ്ട. ഓക്കെ. സോ ഇതെന്താവും നോക്കാം. ഇപ്പുറം നോക്കാം. 2M2U2 അതെന്താവും? 2MU2 ആവും അല്ലെ. എന്താവും? 2MU2 ആവും. പിന്നെ ആരാടി താഴെയുള്ളത്? നമ്മുടെ ഡിവിഷനിലുള്ളത് M1ഉം M2 ആണ്. അതായത് അത് 2M2 ആവും അല്ലെ. എന്താവും? 2M1ഉം M2ഉം. അപ്പം M1ഉം M2 എന്താണ്? M-ന് ഈക്വൽ ആണ്. 2M എന്ന് കിട്ടി. ഇങ്ങനെ ആയല്ലോ ഇക്വേഷൻ. ഇനി എന്താ നോക്കാം. ഇനി ഒന്നുമില്ല. 2M-നെയും 2M-നെയും കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? V1 ഈക്വൽ ടു U2. എന്ത് കിട്ടി? V1 ഈക്വൽ ടു U2 എന്ന് കിട്ടി. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം A എന്ന പാർട്ടിക്കിള്, ഓക്കെ, B എന്ന പാർട്ടിക്കിള്, ഇതിന് U1 ആണ്, ഇത് U2 ആണെങ്കിൽ ആഫ്റ്റർ കൊളിഷൻ എന്താവും എന്ന് പറയുന്നത്? U2ന്റെ ആളുടെ ആർക്ക് ഈക്വൽ ആണ്? V1ന് ഈക്വൽ ആണെന്ന് പറയുന്നത്. അതായത് U2ന്റെ ബിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആർക്ക് ഈക്വൽ ആണെന്ന് പറയുന്നത്? എന്റെ ഫൈനൽ വെലോസിറ്റി. കാരണം എ ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? V1 ആയിട്ട് എടുത്തതല്ല. കാരണം U1 ഇനീഷ്യൽ ആണെങ്കിൽ ഫൈനൽ V1 ആയിരിക്കും. ബിന്റെ കാര്യത്തിൽ എന്തായിരിക്കും? V2 ആയിരിക്കും അല്ലെ. സോ നമ്മൾ നോക്കുമ്പോൾ എന്താ? V1 ഇക്വേഷനെ പറയുന്നത് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്താവും? ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ ഫൈനൽ വെലോസിറ്റി ആയി മാറും. അവിടെ എന്താ നടക്കുന്നത്? വെലോസിറ്റി എക്സ്ചേഞ്ച് ആണല്ലേ നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ആണെന്ന്? ഇനി V2ന്റെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ജസ്റ്റ് V2ന്റെ കാര്യത്തിൽ ഒന്ന് നോക്കുമ്പോൾ എങ്ങനെയാ വരുന്നത്? V2ന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ U2 × M2 - M1. M രണ്ടാളും M ആണല്ലേ. അപ്പൊ എന്താവും? അതും 0 ആയി പോകും. സോ ഇതും നമുക്ക് വേണ്ട. പിന്നെ ആരുള്ളത്? 2M1U1 ഉണ്ടല്ലേ. 2MU1 ആവും. അപ്പൊ എന്താവും? നമുക്ക് എഴുതാം 2MU1 എഴുതാം. പിന്നെ ആരാ താഴെയുള്ളത്? M2 + M1 അല്ലേ. അതെന്താവും? നമുക്ക് 2M എന്ന് ആയി മാറും. ഇവിടെ എന്താ സംഭവം? 2M-ഉം 2M-ഉം കട്ടായി. നമുക്ക് എന്ത് കിട്ടി? V2 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? U1 എന്ന് കിട്ടി അല്ലേ. V2 ഈക്വൽ ടു U1. അതായത് എന്താണ് V2? ബിന്റെ ഫൈനൽ വെലോസിറ്റി ആണ് V2. അത് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത്? U1ന്. അതായത് എന്റെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ ആണെന്ന്. ഒന്നുമില്ല. ഇത് ഇങ്ങോട്ടും എന്തായി? ഈക്വലായി മാറിയെന്ന്. വെലോസിറ്റി എക്സ്ചേഞ്ച് നടന്നു. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് നോക്കാം? എലാസ്റ്റിക് കൊളിഷൻ ഇൻ 2 ഡയമെൻഷൻ എന്താ നോക്കാം അല്ലെ. 2 ഡയമെൻഷൻ വരുമ്പോൾ എന്താ സിറ്റുവേഷൻ എന്ന് നോക്കാലോ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു M1 എന്ന ആളോ, ഓക്കെ, ഇതിന്റെ കളർ മാറ്റാം. ഒരു മിനിറ്റ്. ഓക്കെ, M1 എന്ന ഒരാളുണ്ട്. U1 എന്ന വെലോസിറ്റിയിൽ വരുന്നു. ഓക്കെ, ഇവിടെ M2 എന്ന വേറൊരാളുണ്ട്. ആരുണ്ട്? M2 എന്ന വേറൊരാളുണ്ട്. ഇയാളുടെ പേര് M2. ഓക്കെ, ഇങ്ങനൊരു ഡയറക്ഷനിലേക്കും ഇങ്ങനൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു M1 ഉള്ള അയാൾ U1 എന്ന വെലോസിറ്റിയിൽ വരുമ്പോൾ M2 എന്ന ആളെ തെറിച്ചു. എന്താവാം? M1 ഇങ്ങോട്ട് പോകാം, M2 താഴോട്ട് പോകാം, അല്ലെങ്കിൽ M2 മേലോട്ട് പോകാം, M1 താഴേക്ക് പോകാം അല്ലെ. പക്ഷെ നമ്മൾ എന്താക്കി? ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് നമ്മുടെ ഒരു ഇക്വേഷൻ എഴുതാൻ ഈസിക്ക് നമ്മൾ എന്താക്കി? ജസ്റ്റ് നമ്മളൊരു M1 മേലോട്ട് പോയി എന്ന് ഇമാജിൻ ചെയ്യുന്നു. സോ ഇതെന്തായി? ഇവിടെ M1 ഇങ്ങോട്ടേക്ക് ആര് പോയി? M2 പോയി. ഓക്കെ, M2 പോകുമ്പം ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെ? അതായത് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്കല്ല, ഇതും ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ. നമുക്കറിയാം ഇത് പോകുന്നത് ഒരു റിസൾട്ടന്റ് ഡയഗണലിയാ വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കമ്പോണന്റിനെ 2 കമ്പോണന്റ് ആയിട്ട്, ഡയഗണലിനെ 2 കമ്പോണന്റ്, എങ്ങനെ? ഹൊറിസോണ്ടൽ അല്ലെ. ഒന്ന് എന്തായിരിക്കും? ഒന്ന് ഇപ്പൊ ഇങ്ങനെയാണ് ഡയഗണൽ ആണെങ്കിൽ ഒന്നിനെ ഹൊറിസോണ്ടൽ ആയിട്ടും ഒന്നിനെ വേർട്ടിക്കൽ ആയിട്ടും നമ്മൾ എന്താക്കും? കമ്പോണന്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതും. ഓക്കെ, കണ്ടുപിടിക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട്. സോ നമുക്ക് ഇവിടെ എന്താക്കാം? ഇത് ഞാനൊന്ന് ജസ്റ്റ് പുറത്തേക്ക് വരക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു M1 എന്ന ആളെ U1 എന്ന വെലോസിറ്റിയിൽ, ഇത് M2 എന്ന ആള്
ഇങ്ങനെ പോയി. ഓക്കെ, എന്തായി? ഇത് ഇയാളെ M1, ഓക്കെ, ഇയാള് M2. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇയാളുടെ റിസൾട്ടന്റ് ഇങ്ങനെ വന്നു, ഇയാളുടെ റിസൾട്ടന്റ് ഇങ്ങനെ വന്നു. സോ അതിനെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. ഓക്കെ, രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതിനെ നമ്മളൊരു എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിളിൽ ഇതെന്ത് θ1 ആംഗിളിലേക്കാണ് ഇത് പോകുന്നത് എന്ന്, അതായത് M1 പോകുന്നതെന്ന് നമ്മൾ θ1 എന്തോ ആവാം. സോ θ1 എന്ന് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇതിനെ എന്ത് പറയുന്നു? θ2, ആംഗിൾ 2, എന്തോ ആംഗിൾ ആവേ. സോ അത് നമ്മൾ θ2, അതിനെയും θ2 എന്ന് വിളിച്ചു. ഇവിടെ θ1 ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇങ്ങനെ റിസൾട്ടന്റ് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലും വേർട്ടിക്കലും ആക്കുമ്പോൾ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? θ1 ആയിരിക്കും അല്ലെ. അതായത് എന്താണ്? ഈ ലൈനും എന്താണ്? പാരലൽ ആയിട്ടാണ് ഈ ഒരു ലൈനിന് വരുന്നത്. സോ എന്തായിരിക്കും? ഈ ഒരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. സോ θ1 എന്ന് നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെ കറസ്പോണ്ടിങ്ലി ഇത് θ2 ആണ്. ഓക്കെ, ഇവിടെ കാര്യത്തിൽ ഇത് എന്ത്? θ2 എന്നുള്ള രീതിക്ക്. ഓക്കെ, ഇവിടെ θ2 എന്നുള്ള രീതിക്ക്, ഇവിടെ θ1 എന്നുള്ള രീതിക്ക്. മനസ്സിലായല്ലോ? ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിസൾട്ടന്റിനെ രണ്ട് കമ്പോണന്റ് ആക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. എന്താ രണ്ട് കമ്പോണന്റ്? ഒന്ന് അഡ്ജസെന്റ്, ഒന്ന് ഹൈപ്പോട്ടനസ്. നമ്മൾ മാത്തിൽ എന്താണ്? അഡ്ജസെന്റ് സൈഡ് ബൈ എന്താ പറയാ ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് θ കിട്ടും അല്ലെ. നമ്മൾ എന്ത് വിളിക്കും ഇതിനെ? V1, അതായത് U1. ഇത് M1ന്റെ U1 ആണല്ലോ. അത് ഫൈനൽ V1, ഇത് V2. ഇതിനെ V1 കോസ് θ1 എന്നും ഈ ഹൈപ്പോട്ടനസിനെ V1 സൈൻ θ1 എന്നും നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇനി താഴോട്ട് നോക്കിയാ താഴോട്ട് എന്താ സിറ്റുവേഷന്? ഇത് V2 കോസ് θ2 എന്നും ഈ ഒരു എന്താ വേർട്ടിക്കൽ ലൈനെ നമ്മൾ V2 സൈൻ θ2 എന്നും വിളിക്കുന്നു അല്ലെ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇനി ഒന്നുമില്ല, ജസ്റ്റ് മൊമെന്റം കൺസർവേഷൻ നോക്കാം. എക്സ് ഡയറക്ഷനിലേക്കാണ് ആദ്യം നോക്കുന്നത്. എക്സ് ഡയറക്ഷൻ നോക്കുമ്പോൾ എന്താ വരുന്നത്? M1 U1 പ്ലസ് M2 U2 അല്ലെ. ഇനീഷ്യലുള്ള നമ്മൾ മൊമെന്റ് എഴുതി, രണ്ടിന്റെയും മൊമെന്റ് എഴുതി, ഈക്വൽ ടു അവിടെ എന്താ വരുന്നത്? എക്സ് ഡയറക്ഷനിലേക്ക്. എക്സ് ഡയറക്ഷൻ നോക്കുമ്പം കോസ് തീറ്റന്റെ കമ്പോണന്റ് മാത്രം നമ്മളെ സഹായിക്കുന്നുള്ളതല്ല മുമ്പോട്ട് പോവാൻ. കാരണം ഇങ്ങോട്ടൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ, വൈ ഡയറക്ഷനിലേക്ക് നമ്മൾ നോക്കുന്നില്ലല്ലോ. സോ കോസ് തീറ്റന്റെ മാത്രം നമ്മൾ എഴുതിയാൽ മതി. എന്ത് ചെയ്തു? M2 V2 M2 V1 M2 V1 കോസ് θ1 എന്നും പ്ലസ് ആരും ഉണ്ടാവും M2 V2 കോസ് θ2 എന്നും ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് രണ്ടും പ്ലസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എക്സ് ഡയറക്ഷൻ ആണ്, ഇതും ഒരേ ഡയറക്ഷനിലേക്കാണ്, ഈ കമ്പോണന്റും ഒരേ ഡയറക്ഷനിലേക്കാണ്. അതുകൊണ്ട് എന്തായത് ഇവിടെ പ്ലസ് വന്നത്. ഇനി നമ്മൾ വൈ ഡയറക്ഷനിലേക്ക് എന്താണെന്ന് നോക്കാം അല്ലെ. വൈ ഡയറക്ഷൻ നോക്കുമ്പോൾ കണ്ടോളെ. ഓക്കെ, വൈ ഡയറക്ഷന്റെ ഞാൻ ഇവിടെ മേലെ എഴുതാം. വൈ ഡയറക്ഷന്റെ കാര്യത്തിൽ എന്താ വരുന്നത്? വൈ ഡയറക്ഷന്റെ കാര്യത്തിൽ നമുക്ക് ഈ പാർട്ടിക്കിള് മേലോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ല, വൈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നില്ല. സോ എന്തായിരിക്കും? അത് 0 ആയിരിക്കും അതിന്റെ എന്തെന്ന് വെലോസിറ്റി നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു അതായത് LHS നമുക്ക് എന്തായിരിക്കും? LHS നമുക്ക് 0 കിട്ടും. RHS എന്തുണ്ടാവും? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ടാവും? നമുക്ക് M2 V1, ഇവിടെ ആരാളുള്ളത്? സൈൻ തീറ്റ അല്ലെ. അപ്പൊ ഇത് സൈൻ θ1 മൈനസ്, ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? കാരണം V1 സൈൻ θ1 എന്ന് പറയുന്നത് അപ്വേർഡും V2 സൈൻ θ2 എന്ന് പറയുന്നത് ഡൗൺവേർഡും ആണ് അല്ലെ. സോ രണ്ടും തമ്മിൽ എന്താണ്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഉള്ളത് അല്ലെ. അതുകൊണ്ട് എന്താവും? അത് മൈനസ് ആവും. സോ എന്താവും? M2 എന്ത് വരും? M2 V2 സൈൻ θ2 എന്നും വരും അല്ലെ. അതായത് ഇവിടെ 0 ആണ്, കാരണം വൈ ഡയറക്ഷനിലൊന്നുമില്ല. പക്ഷെ ആഫ്റ്റർ കൊളിഷനിൽ വൈ ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ. സോ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു, എക്സ് ഡയറക്ഷന്റെയും വൈ ഡയറക്ഷന്റെയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ വർക്ക് എനർജി പവറിലുള്ള പവർ കഴിഞ്ഞു, കൊളിഷൻ എത്തി, കൊളിഷനും നമ്മൾ തീർത്തു അല്ലെ. ഇനി എന്താണ്? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താന്ന് നോക്കാം അല്ലെ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുമ്പം
എ സ്റ്റോൺ ഓഫ് മാസ് 1 kg is thrown vertically upward with speed of 10 meter per second എന്നാ പറയുന്നത്. ഓക്കെ, 10 meter per second. ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്. ഇതിൽ എന്താണ്, ഒരു കല്ലെടുത്ത് മേലോട്ടേക്ക് എറിയാണല്ലേ. മേലോട്ടേക്ക് എറിയുമ്പോൾ അവിടെ എന്താവും, ഒരു ഹൈറ്റിൽ പോകുന്നുണ്ട്. ആ ഹൈറ്റിന്റെ മാക്സിമം ഹൈറ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. എറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം, അതിന്റെ ഇത്ര വെലോസിറ്റിയിലും തന്നിട്ടുണ്ട്. എന്തറിയാം നമുക്ക്, അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവും നമുക്കറിയാം അല്ലെ. സോ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്താന്ന് കണ്ടുപിടിക്കാം. അതായത് കൈനറ്റിക് എനർജി എന്തായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ. ഹാഫ് എം വി സ്ക്വയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഹാഫ് എം എത്ര തന്നിട്ടുണ്ട്, 1 എന്ന് തന്നിട്ടുണ്ട്. അതായത് 1 kg. kg SI യൂണിറ്റ് ആയതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. വി എന്ത് തന്നിട്ടുണ്ട്, 10 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. വി 10 എന്ന് തന്നിട്ടുണ്ട്. സോ 10 സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടും, ഇത് 100/2. അതായത് 50 എന്ത് കിട്ടി നമുക്ക്, 50 ജൂൾ എന്ന് കിട്ടി അല്ലേ. 50 ജൂൾ എന്ന് നമുക്ക് ഇത് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. ഇനി എന്ത് നമുക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഇവിടെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഒരു കല്ലെടുത്ത് മേലോട്ട് എറിയുമ്പം മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ നമുക്കറിയാം ഈ ഉണ്ടായ കൈനറ്റിക് എനർജി മൊത്തം എന്തിന് ഈക്വൽ ആവും, പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആവും അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇവിടെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആണ് അറ്റ് മാക്സിമം ഹൈറ്റ് അല്ലെ, അറ്റ് മാക്സിമം ഹൈറ്റ് സിറ്റുവേഷനിൽ. അപ്പൊ നമുക്ക് ഇനി എന്ത് എഴുതാം, 50 ഈസ് ഈക്വൽ ടു, ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, mgh എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താം, 50 ഈസ് ഈക്വൽ ടു എം എത്രയാണെന്നറിയാം നമുക്ക്, 1 kg ആണെന്നറിയാം. 10 g എത്രയാ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ 10 meter per second സ്ക്വയർ ആയിട്ട് എടുക്കും അല്ലെ. അപ്പൊ അത് 10 ആണെന്നറിയാം. പിന്നെ ആരാളത്, ഹൈറ്റ്, അതങ്ങനെ തന്നെ എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടി, ഹൈറ്റ് ഈസ് ഈക്വൽ ടു, എത്ര ഹൈറ്റിലേക്കാ പോയെന്ന് അറിയണ്ടേ, ഹൈറ്റ് അറിയാൻ വേണ്ടിയിട്ട് 50/10 എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടി, 5 meter എന്ന് കിട്ടി. എന്ത് കിട്ടി, 5 മീറ്ററിലേക്കാണ് ഇത് അറ്റ് മാക്സിമം ഹൈറ്റ് നിൽക്കുന്നതെന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. സോ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എ ഫോഴ്സ് കോസസ് എ ബോഡി ടു ആക്സലറേറ്റ് ഫ്രം 2 to 6 meter per second. സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്, സോറി വെലോസിറ്റി ആയിരിക്കും പറയുന്നുണ്ട് അവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ മാസ് ഓഫ് ദ ബോഡി ഈസ് 3 kg. അതായത് ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യാണ്, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 2 to 6 മീറ്റർ പെർ സെക്കൻഡിലേറ്റ് ആയിട്ടാണ് പോയിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബോഡിയുടെ, അതായത് മാസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 3 kg എന്നാണ്. ഇവിടെ നടക്കുന്ന വർക്ക് ഡൺ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കിവിടെ എന്തിനാ ഒരു വെലോസിറ്റി 2 തന്നിരിക്കുന്നത്, നമുക്ക് ഇക്വേഷൻ അറിയാലോ, എന്ത്, വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണെന്ന് അറിയാം അല്ലെ. കാരണം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയിലാണ് നമുക്ക് V1 ഉം V2 ഉം അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറയൂ, ഹാഫ് എം ഇൻറ്റു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ അല്ലെ. V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, നേരെ തിരിച്ചാട്ടോ, V2 എഴുതിയിട്ട് V1. ഓക്കെ, V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്താം, ഹാഫ് എം എത്രയാണെന്നറിയാം, നമുക്ക് 3 ആണെന്നറിയാം. പിന്നെ ആരാണത്, V2 ആരാണെന്നറിയാം, 6 സ്ക്വയർ മൈനസ് ആരാണ്, 2 സ്ക്വയർ ആണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്താം, ഹാഫ് 3 ഇൻറ്റു ഇതെന്താണ് 36 മൈനസ് 4 അല്ലേ. ഓക്കെ, 36 മൈനസ് 4 എന്ന് കിട്ടി. 36 മൈനസ് 4 എന്ന് കിട്ടി. ഇതെന്ത് കിട്ടും നമുക്ക്, 3/2. 36 മൈനസ് 4 എന്താണ്, 32 ആണല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്ത് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് അവസാനം ആൻസർ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് 3നെ നമുക്ക് ചെയ്യാൻ നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്കിത് 1ൽ പറ്റും. ഓക്കെ, ബാക്കി 1 ബാലൻസ് വരും, 16 അല്ലേ. സോ 16 ഇൻറ്റു 3 എന്നാ പറയുന്നത്. 6 3 സാർ എന്താണ്,
18 ആണ്, ബാക്കി 1 ആണ്, 48 അല്ലെ. നമുക്ക് എത്ര കിട്ടിയ ആൻസർ? വർക്ക് ഡൺ എന്നത് 48 ജൂൾ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഇതിലെന്താണ്? ഇത് നമുക്ക് ഡയറക്റ്റ് തരാണ്ട് രണ്ട് വെലോസിറ്റിയും അത് എന്താ പറയുന്നത് ആക്സിലറേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ എന്താക്കണം? നമ്മൾ ഇതിന്റെ മീനിങ് മനസ്സിലാക്കണം. ഓക്കെ, അതും മനസ്സിലായി. നെക്സ്റ്റ് എന്താ ഉള്ളത്? എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ വേരീസ് ഡിസ്പ്ലേസ്മെന്റ് ആസ് F is equal to 5x square. ഓക്കെ, F is equal to 5x സ്ക്വയറിൽ എന്താ വരിക? ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മളോട് അതായത് വേരിയബിൾ ഫോഴ്സ് ആ ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടോ? വേരിയബിൾ ഫോഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? അതായത് ഇന്റഗ്രേഷൻ ചെയ്യണം അല്ലെ, വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള രീതിക്ക്. അല്ലെങ്കിൽ ഇതിന്റെ മൊത്തത്തിലുള്ള ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും? FS ആണല്ലേ, FS ആണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്ത് കണ്ടുപിടിക്കാം നമുക്ക്? 5x സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് തന്നെ എഴുതാം കേട്ടോ. ഞാൻ എസ്സിനെ എക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാം അല്ലെ, കാരണം ഇത് വേരിയബിൾ ആണ്, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എക്സ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്താവും? ഇന്റഗ്രേഷൻ 5x ക്യൂബ് എന്നാവും അല്ലെ, എന്താവും? 5x ക്യൂബ് എന്നാവും. സോ നമുക്ക് എന്ത് കിട്ടും എന്ന് പറയൂ? നമുക്ക് ഇന്റഗ്രൽ 5 പുറത്തെടുക്കാം. ഇതെന്താവും? എക്സ് ക്യൂബ് എന്ന് മാറും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താം? 5x റൈസ് ടു 4/4 അല്ലേ, കാരണം എന്താ? എക്സ് ക്യൂബിന്റെ ഇന്റഗ്രേഷൻ x റൈസ് ടു 4/4. സോ നമുക്ക് ഇനി എന്ത് ചെയ്താം? 5/4 x റൈസ് ടു 4 എന്നാണ് നമ്മൾ എന്ത് കിട്ടാണ്? നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ എത്രയാന്ന് കിട്ടി അല്ലെ, വേരിയബിൾ ഫോഴ്സ് വരുന്നിടത്ത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 m/s ആണ് അല്ലെ. ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് കൈനറ്റിക് എനർജി ബിക്കംസ് ഹാഫ് ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അറിഞ്ഞു അല്ലെ. എന്താ ക്വസ്റ്റ്യന്? ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് എന്ന് പറയുന്നത് വെലോസിറ്റി എന്താണ്? നമ്മുടെ വെലോസിറ്റി പറഞ്ഞിരിക്കുന്നത് 30 m/s തന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് കൈനറ്റിക് എനർജി ബിക്കംസ് ഹാഫ് ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, എന്താ പറയുന്നത്? നമ്മളോട് ഇവിടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? എപ്പോഴുള്ള ഹൈറ്റ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതിയാകുന്ന സമയത്തുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഓക്കെ, ഇനി നമുക്ക് കൈനറ്റിക് എനർജി കണ്ടാൽ നമുക്ക് ആകെ തന്നിരിക്കുന്നത് എന്താ? ഒരു വെലോസിറ്റി ആണ്. പിന്നെ ആകെ പറഞ്ഞിരിക്കുന്നത് ഈ ഹാഫ് ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് mv² ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് m അങ്ങനെ തന്നെ എഴുതാം. v² എത്രയാ വരുന്നത്? v² എന്ന് പറയുന്നത് 30² അല്ലേ, 30². സോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 900/2 അല്ലെ, m എന്ന് കിട്ടും. അതായത് 450 m എന്ന് കിട്ടി. ഓക്കെ, ഇത് യൂണിറ്റ് അല്ലേ, മാസിന്റെ m ആണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 450 m എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി നമ്മൾ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലെ. ഇക്വേറ്റ് ചെയ്യുക, അതായത് നമുക്കറിയാം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആ ഒരു ഹൈറ്റ് സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ എന്താവും? രണ്ടും കൂടെ 450 m ഈക്വൽ ആയിരിക്കണം അല്ലെ. ഇതായിരിക്കണം 450 m ഈക്വൽ ആയിരിക്കണം. ഇതൊന്ന് മയക്കുന്നുണ്ടേ. ഓക്കെ, 450 m ഈക്വൽ ആയിരിക്കണം അല്ലെ അറ്റ് ആ ഹൈറ്റിൽ എത്തുമ്പോൾ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു എന്തെന്ന്, ഒരു വെലോസിറ്റിയിൽ പോയി ഒരു മാക്സിമം ഹൈറ്റ് ഇല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ എത്തുമ്പോൾ ഈ കൈനറ്റിക് എനർജി എല്ലാം കൂടെ എന്താവും? പൊട്ടൻഷ്യൽ എനർജി ആവും. സോ രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ്? നമുക്ക് 450 m എന്ന് ആ സിറ്റുവേഷനിലേക്ക് കിട്ടണം. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് തന്നത്? കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജീന്റെ ഹാഫ് എന്നാ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, 1/2 പൊട്ടൻഷ്യൽ എനർജി എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം?
കൈനറ്റിക് എനർജീനെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം പറയൂ? നമുക്ക് കൈനറ്റിക് എനർജീനെ ഹാഫ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പിന്നെ പൊട്ടൻഷ്യൽ എനർജി എഴുതാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 450 m എന്ന് എഴുതാം അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 3/2 പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 450 m എന്ന് കിട്ടി അല്ലേ? ഇനി പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാം. എന്താണ്? mgh ആണെന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ, അത് നമ്മൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ 3/2 mgh. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഓക്കെ, mgh എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു എന്താണ്? 450 m എന്നാണ് അല്ലേ? ഈക്വൽ ടു 450 m എന്നാണ്. ഈ എമ്മും ക്യാൻസൽ ചെയ്തൂടെ അല്ലേ? ഇനി ആരാ ഉള്ളത്? ഇനി ആകെ 3/2. ജി എന്താണ് നമുക്കറിയാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ 10 ആയിട്ട് എടുക്കും അല്ലേ? 10 എടുക്കും. പിന്നെ ആരാ? എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എച്ച് എന്ന് എഴുതും. പിന്നെ ആരാ ഉള്ളത്? 450 ഉള്ളത്. ഓക്കെ, 450. ഇനി ഒന്നുമില്ല. എച്ച് ഇസ് ഈക്വൽ ടു 450 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10 അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്യാം. ഓക്കെ, 45 ഇൻറ്റു 2 എന്ന് പറയുന്നത് 90 ആണ്. 90/3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്താവും? 3. അപ്പൊ 30 വരും അല്ലേ? മൊത്തത്തിൽ ഇത് 3 ആവും. പിന്നെ ഒരു 0 ഉണ്ട്. അപ്പൊ 30 മീറ്റർ എന്ന് കിട്ടി. എന്ത് കിട്ടി? 30 മീറ്റർ എന്ന് നമുക്ക് ഹൈറ്റ് കിട്ടി. മനസ്സിലായോ? കണ്ടോ? ഈ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ തരാം. അതായത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിന്റെ ഇത്ര ഭാഗമാണ് അല്ല, നേരെ തിരിച്ചും തരാം. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിന്റെ ഇത്ര ഭാഗമാണ്, അല്ലെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിന്റെ ഇത്ര ഭാഗമാണെന്ന് പറഞ്ഞു തരാം. പക്ഷെ നമ്മൾ അവിടെ ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മൾ ആ ഒരു റിയൽ സിറ്റുവേഷനെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. നമ്മുടെ മനസ്സിലൊരു ഇമാജിൻ വേണം. ഓ, ഇങ്ങനെ എറിയുന്നു, കല്ലിങ്ങനെ എറിയുന്നു, ഇപ്പൊ ഇങ്ങനെ പോകുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ കൈനറ്റിക് എനർജിയാണ് ഏറ്റവും ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താവും? കൈനറ്റിക് എനർജി കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ എനർജി ആവും. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ഹൈറ്റിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? കൈനറ്റിക് എനർജി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഹാഫ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ലാസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാലോ നമുക്ക്. ക്വസ്റ്റ്യൻ: എ ലിഫ്റ്റ് ഓഫ് മാസ് 500 kg is accelerated upward at 5 meter per second square for 5 seconds. ഓക്കെ, ഫൈൻഡ് ദ വർക്ക് ഡൺ എന്നാ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? നമ്മളോട് ഒരു ലിഫ്റ്റ് ഉണ്ട്. ഈ ലിഫ്റ്റ് മേലോട്ടേക്ക് മൂവ് ചെയ്യാണ് അല്ലേ? ഓക്കെ, അപ്പം 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? 5 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതായത് ആക്സിലറേഷൻ തന്നിരിക്കുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 സെക്കൻഡ് അല്ലേ? ഇതിന്റെ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയണം? W is equal to FS ഇക്വേഷൻ അറിയണം അല്ലേ? ഫോഴ്സും അറിയണം, പിന്നെ ആരറിയണം? ഡിസ്പ്ലേസ്മെന്റ് അറിയണം. പക്ഷെ എയും ടിയും തന്ന സ്ഥിതിക്ക് ഇതൊരു എന്താ പറയാ, ഒരു ആക്സിലറേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എസ് കണ്ടുപിടിക്കുക അല്ലേ? നമുക്കറിയാം എന്ത്? എസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം. എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു എന്താണ്? യു നമുക്കറിയില്ല, ഇനീഷ്യലിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഇനീഷ്യലിൽ 0 എടുക്കുന്നു പ്ലസ് ഹാഫ്. ഓക്കെ, എ എത്രയെന്ന് തന്നിട്ടുണ്ട്? 2 എന്ന് തന്നിട്ടുണ്ട്. ടി എന്ത് തന്നിട്ടുണ്ട്? 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 സ്ക്വയർ. 2 2 കട്ടായി. എസ് ഇസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടി നമുക്ക്? 5 സ്ക്വയർ എന്ന് കിട്ടി. അതായത് 25 അല്ലേ? എന്താ തന്നിരിക്കുന്നത്? എസ് ഇസ് ഈക്വൽ ടു 25 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫോഴ്സ് അറിയണം അല്ലേ? എസ് കിട്ടി, ഫോഴ്സ് അറിയണം. ഫോഴ്സ് ഇവിടെ ഏതൊക്കെ ഫോഴ്സ് വരും ഒന്ന് ചിന്തിച്ചു നോക്ക്. മേലോട്ടേക്ക് പോകുമ്പോൾ ഓക്കെ, മേലോട്ടേക്ക് പോകുന്ന സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാത്രമല്ല താഴോട്ട് ആരുണ്ടാവും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും അല്ലേ? സോ നമുക്ക് ഇവിടുത്തെ എഫിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എഫ് ഇസ് ഇക്വൽ ടു mg. പക്ഷേ ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമുള്ള ആക്സിലറേഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലേ? വേറെ ആരും കൂടെ ഉണ്ട്. അപ്വേർഡിലേക്ക് പോകുമ്പോൾ ഉള്ള 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. സോ നമ്മൾ അതിനെയും കൂടി കൺസിഡർ ചെയ്യണം അല്ലെ? കാരണം എത്രത്തോളം എഫക്റ്റ് ആവും? ഇതൊന്ന് മേലോട്ട് പോന്നു, ഇതൊന്ന് താഴോട്ട് പോന്നു. സോ ടോട്ടലി ഇത്രയും ഫോഴ്സിന് എന്താണ്?
അവിടെ ഇമ്പാക്ട് വരുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇക്വേഷന് എങ്ങനെ എഴുതാം? MA+G. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? M എത്രയാണെന്നറിയാം നമുക്ക്? 500 ആണെന്നറിയാം. 500 into 10 + 2 അതായത് 12 അല്ലേ? അതായത് 12. 10 + 2 എന്തായി? 12 ആണെന്നറിയാം. സോ നമുക്കിത് മൊത്തത്തിൽ എന്ത് കിട്ടും? 10 + 2 ഇത് 12 ആണെന്നറിയാം. സോ 5 into 12 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 വയ്ക്കണം. അപ്പൊ 60 അല്ലേ? അതായത് ഇവിടെ നമുക്ക് 60 കിട്ടും. പിന്നെ ഒരു 2 0 ഉണ്ട്. സോ എന്ത് കിട്ടി നമുക്ക്? 6000 ന്യൂട്ടൺ എന്ന് കിട്ടി അല്ലെ? 6000 ന്യൂട്ടൺ എന്ന് നമുക്ക് ഫോഴ്സ് കിട്ടി. ഫോഴ്സ് കിട്ടിയ ഈസി അല്ലേ വർക്ക് ഡൺ കണ്ടുപിടിക്കാന്? ഫോഴ്സ് കിട്ടിയ ഇനി എന്താണ്? ഇനി എല്ലാം ഈസിയാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു FS എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? 6000 ന്യൂട്ടണും പിന്നെ ആരാണ് എസ് എത്ര എന്ന് കണ്ടുപിടിച്ചു? നമ്മൾ 25 അന്ന് കണ്ടുപിടിച്ചു അല്ലേ? സോ ഇൻറ്റു നമുക്ക് എന്ത് കിട്ടി? 25. ഓക്കെ, 25 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചൂടെ? എന്താണ്? 5 into 6 30, ബാക്കി 3. 6 into 2 12, 15 വന്നു. പിന്നെ 3 പൂജ്യങ്ങളുണ്ട്. 1 2 3. ഓക്കെ, ഇവിടെ വർക്ക് ഡൺ എന്തെന്ന് കിട്ടി നമുക്ക്? ഇത്രയും ജൂളാണ് നടന്നത് എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ? അതായത് 15 into 10⁻⁴ ജൂൾ ഇത്രയും വർക്ക് ഡൺ നടന്നു എന്നാണ് പറയുന്നത്. എന്തായി? നമ്മൾ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്. സോ S = UT + ½ AT². നമ്മൾ ഇനീഷ്യലി 0 ആയിരിക്കും, പക്ഷെ പിന്നെ ആക്സിലറേഷൻ കൊടുത്തു, ടൈം കൊടുത്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എസിന്റെ ആൻസർ കിട്ടി. എസിന്റെ ആൻസർ 25 ആണെന്ന് കിട്ടി. സോ ആ 25 വെച്ചിട്ട് നമ്മൾ എന്താക്കി? W = FS എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തപ്പോൾ നമുക്ക് എഫ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ ആക്സിലറേഷൻ 2 ആക്സിലറേഷൻ ഉണ്ട്, ആ രണ്ടിനെയും കൺസിഡർ ചെയ്യണം. അത് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? 6000 എന്ന് കിട്ടി. 6000 എന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ വർക്ക് ഡണിൽ കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 6000 into 25 ചെയ്തപ്പം 1,50,000 ജൂൾ എന്ന് നമുക്ക് കിട്ടി. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. സോ ഇന്നത്തോടെ നമ്മുടെ എന്താണ് വർക്ക്, എനർജി, പവർ എന്ന ചാപ്റ്റർ ഈ ഒരു സെഷനൂടെ തീരുകയാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലോണം ക്ലാസ് നോക്കുക, നല്ലോണം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അത്രയും ഇമാജിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഈ ചാപ്റ്ററിൽ വേണ്ടത്. സോ നമ്മൾ ഈ ഒരു വർക്ക് എനർജി ചാപ്റ്റർ ഇതോടെ കഴിയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വേറെ ചാപ്റ്ററിലൂടെ കാണാം. ഓക്കെ, ബൈ.